നമ്മൾ സൈക്കോളജിയിൽ ഡിഗ്രിയും അല്ലെങ്കിൽ PG ഒക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് തിയററ്റിക്കൽ ആയിട്ടുള്ള നോളജുകൾ അല്ലെങ്കിൽ ഒരുപാട് അറിവുകൾ നമ്മൾ കിട്ടിയിട്ടുണ്ടാവും. ഇങ്ങനെ പഠിച്ച പല കാര്യങ്ങളും അതിൻ്റെ ഒരു റിയൽ ലൈഫ് സെറ്റിങ്സിൽ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് നമുക്ക് കിട്ടുന്ന ഒരു അവസരമാണ് നമുക്ക് ഇന്റേൺഷിപ്പിലൂടെ കിട്ടുന്നത്. ഇന്റേൺഷിപ്പ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ പഠിച്ച പല കാര്യങ്ങളും അതിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് എന്താണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സിറ്റുവേഷൻസ് നമുക്ക് അറിയുന്ന പല കാര്യങ്ങളും അതിൻ്റെ റിയൽ ലൈഫ് കോണ്ടെക്സ്റ്റിൽ അത് എങ്ങനെയാണ്, ഒപ്പം തന്നെ ഒരു സൂപ്പർവൈസ്ഡ് ആയിട്ടുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാൻ വേണ്ടി ഒരു റിയൽ സെറ്റിങ്സിൽ നമ്മുടെ സ്കില്ലുകൾ വർദ്ധിപ്പിക്കാൻ ഉപകരിക്കുന്നതാണ് ഇന്റേൺഷിപ്പ് ട്രെയിനിങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എസ്പെഷ്യലി സൈക്കോളജിയിൽ നിങ്ങൾ PG പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ സിലബസിന്റെ ഭാഗമായിട്ട് 20 ദിവസമോ 30 ദിവസമോ 40 ദിവസം അല്ലെങ്കിൽ 2 മാസമൊക്കെ നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഉണ്ടാവും. ഇന്റേൺഷിപ്പ് സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻസിലുള്ള ഏത് മേഖലയിലും ഇൻഡസ്ട്രി ആവട്ടെ അല്ലെങ്കിൽ ക്ലിനിക്കൽ ആൻഡ് കൗൺസിലിംഗ് അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സെറ്റിങ്സ്, ഇങ്ങനെ ഏത് മേഖലയിലും സൈക്കോളജിയുടെ ആപ്ലിക്കേഷൻസ് ഉള്ള നിങ്ങൾ പഠിച്ച തിയററ്റിക്കൽ ആയിട്ടുള്ള നോളജുകൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏത് മേഖലയിലും നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എസെൻഷ്യൽ ആയിട്ടുള്ള സ്കില്ലുകൾ നിങ്ങൾ സൈക്കോളജിയിൽ എസ്പെഷ്യലി നിങ്ങൾ ക്ലിനിക്കൽ ഇന്റേൺഷിപ്പിന് പോകുന്ന സമയത്ത് കൂടുതൽ പേരും സൈക്കോളജി സെലക്ട് ചെയ്തിട്ടുണ്ടാവുക ഒരു പ്രാക്ടീസ് ചെയ്യുക അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് ആയിട്ട് കൗൺസിലിംഗ് മേഖലയിലോ റീഹാബിലിറ്റേഷൻ മേഖലയിലോ ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ നിങ്ങൾ സൈക്കോളജി എടുത്തവരാണെങ്കിൽ കൂടുതൽ പേരും ചൂസ് ചെയ്യുന്നത് തന്നെ ക്ലിനിക്കൽ ഇന്റേൺഷിപ്പ് ആയിരിക്കും. പ്രധാനമായിട്ടും ഈ സൈക്കോളജി PG ലെവലിൽ പഠിക്കുന്ന അല്ലെങ്കിൽ മാസ്റ്റേഴ്സിൽ സൈക്കോളജി പഠിക്കുന്നവരൊക്കെ തന്നെ അല്ലെങ്കിൽ വളരെ പാഷനേറ്റ് ആയിട്ട് അല്ലെങ്കിൽ സൈക്കോളജി ഇൻട്രസ്റ്റോട് കൂടി എടുത്തവരും സൈക്കോളജി അവരുടെ ഒരു ഫീൽഡാണോ, അവർക്ക് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ പലരും മനസ്സിലാക്കുന്നത് അവർ ഇന്റേൺഷിപ്പ് ട്രെയിനിങ്ങിന്റെ സമയത്താണ്. കാരണം അപ്പോഴാണ് അവർ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ നേരിട്ട് കാണാനും അപ്ലൈ ചെയ്യാനൊക്കെ ഒരു അവസരം കിട്ടുന്നത് എന്നുള്ളതാണ്. നിർബന്ധമായിട്ടും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇന്റേൺഷിപ്പിന് പോകുന്നതിന് മുൻപ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. എസെൻഷ്യൽ പ്രിപ്പറേഷൻസ് ആൻഡ് സ്കിൽസ് ബിഫോർ സ്റ്റാർട്ടിംഗ് സൈക്കോളജി ഇന്റേൺഷിപ്പ്. നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്ന 5 കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്കില്ലാണ് അല്ലെങ്കിൽ ഒരു മുൻകരുതലുകളാണ്, നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു മുൻകരുതലാണ് ബേസിക് നോളജ് ഓഫ് സൈക്കോപാത്തോളജി എന്നുള്ളത്. നമ്മൾ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ PG പഠിക്കുന്ന സമയത്തൊക്കെ നിങ്ങൾ സൈക്കോപാത്തോളജി അല്ലെങ്കിൽ അബ്നോർമൽ സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി എന്ന പേപ്പറുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇത്തരം പേപ്പറുകൾ പഠിക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും നിങ്ങൾ മെൻ്റൽ ഡിസോർഡറുകളെ കുറിച്ചും പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ക്ലിനിക്കൽ ഇന്റേൺഷിപ്പ് ആഗ്രഹിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് നിർബന്ധമായിട്ടും എല്ലാ മെൻ്റൽ ഡിസോർഡറുകളെ കുറിച്ചും മേജർലി പറയുന്ന എല്ലാ മെൻ്റൽ ഡിസോർഡറുകൾ അതിൻ്റെ ഒരു ബേസിക് നേച്ചർ എന്താണ്, അതിൻ്റെ ഒരു ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ സൈൻ ആൻഡ് സിംറ്റംസ് എന്തൊക്കെയാണ്, അത് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്, എസ്പെഷ്യലി മേജർ ഡയഗ്നോസ്റ്റിക് സിസ്റ്റം എസ്പെഷ്യലി ICD ആൻഡ് DSM ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് ICD DSM നമുക്കൊന്ന് സോഫ്റ്റ് കോപ്പി അവൈലബിൾ ആണ്. പറ്റുമെങ്കിൽ DSM ICD ഒക്കെ ഒരു കോപ്പി നിങ്ങൾക്ക് മാർക്കറ്റിൽ വാങ്ങാൻ കിട്ടും. അപ്പോൾ അത്തരം ICD നിങ്ങൾ വാങ്ങിയിട്ട് നിർബന്ധമായിട്ടും അത് കംപ്ലീറ്റ് ഒന്ന് വായിച്ച് നോക്കിയിട്ട് ഒപ്പം തന്നെ നിങ്ങൾ ഇത്തരം കോഴ്സ് പഠിക്കുന്ന സമയത്ത് പഠിക്കുന്ന റഫറൻസ് ബുക്കുകളിൽ തന്നെ ഈ ഡിസോർഡറുകളുടെ സിംറ്റംസും സൈൻ ആൻഡ് സിംറ്റംസും ഒപ്പം തന്നെ ഇതിൻ്റെ ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയാസ് ഒക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒരു നോളജ്, അടിസ്ഥാനപരമായിട്ടുള്ള നോളജ് നിങ്ങൾ നിർബന്ധമായിട്ടും അക്വയർ ചെയ്യണം എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ DSM ഫോളോ ചെയ്യുകയാണെങ്കിലും ICD ഫോളോ ചെയ്യുകയാണെങ്കിലും മെയിൻലി സിംറ്റംസ്, സൈൻ ആൻഡ് സിംറ്റംസ് ഒക്കെ ഏകദേശം സെയിം ആണ് പറയുന്നത്. ഡ്യൂറേഷനിലുള്ള അല്ലെങ്കിൽ നോമെൻക്ലേച്ചറിലുള്ള ഡിഫറൻസ് മാത്രമാണ് മേജർലി ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഏത് ഫോളോ ചെയ്യുകയാണെങ്കിലും എല്ലാ ഡിസോർഡറിനെ കുറിച്ചിട്ടുള്ള ഒരു ഓവർവ്യൂ, എസ്പെഷ്യലി ഡിസോർഡറിൻ്റെ സൈൻ ആൻഡ് സിംറ്റംസ്, അത് എത്ര ഡ്യൂറേഷനിൽ കാണിക്കുമ്പോഴാണ് അത് ഡയഗ്നോസ് ചെയ്യുക, ഇങ്ങനെ കാര്യത്തെക്കുറിച്ച് വ്യക്തമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് വേണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രാക്ടീഷണേഴ്സ് സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് അറിയപ്പെടുന്നതാണ് എത്തിക്കൽ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ ഈ നിയമങ്ങളും നോംസും എത്തിക്സ് ഒക്കെ ഫോളോ ചെയ്യേണ്ടി വരുന്നത് നമ്മൾ ഏതൊരു ഫീൽഡിലും അതിൻ്റെ ഒരു റിയൽ ലൈഫ് പ്രാക്ടീസ് അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് സെറ്റിങ്സുമായി നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്താണ്. അതൊരു റിസർച്ചിൻ്റെ സമയത്താണെങ്കിലും നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്തൊക്കെ എത്തിക്സ് അവിടെ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ വേറൊരു വ്യക്തിയുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിർബന്ധമായിട്ടും അവരുടെ അവകാശങ്ങളും അവരുടെ സ്വകാര്യതയും മാനിച്ചുകൊണ്ടായിരിക്കണം നമ്മളവിടെ പ്രാക്ടീസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവരുമായിട്ട് ഇടപഴകേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരുപാട് എത്തിക്കൽ ഗൈഡ് ലൈനുകളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് റഫറൻസ് ബുക്കിൻ്റെ സഹായത്തോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോട് കൂടിയിട്ടോ നിങ്ങൾ പഠിക്കുക. എസ്പെഷ്യലി APA അല്ലെങ്കിൽ ബ്രിട്ടീഷ് സൈക്കോളജിക്കൽ സൊസൈറ്റി ഒക്കെ പറയുന്ന ഒരുപാട് ഗൈഡ് ലൈനുകളുണ്ട്. നമ്മൾ ഇത്തരം പ്രാക്ടീഷണേഴ്സ് ഫോളോ ചെയ്യേണ്ട, നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ട
ഗൈഡ് ലൈനുകൾ, അല്ലെങ്കിൽ അത്തരം ഗൈഡ് ലൈനുകൾ നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് അതെങ്ങനെ പ്രാക്ടീസ് ചെയ്യാം, അല്ലെങ്കിൽ അത്തരം സെൻസിറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷൻസിനെ നിങ്ങൾ വിജിലൻറ്റോട് കൂടി വളരെ കാര്യഗൗരവത്തോടു കൂടി മാത്രം സമീപിക്കുക. അത്തരം അവസരങ്ങൾ വരുമ്പോൾ അതിനെ ഐഡന്റിഫൈ ചെയ്യുക. മീൻസ് എത്തിക്കൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അത്തരം സിറ്റുവേഷൻസ് വരുമ്പോൾ അത്തരം സിറ്റുവേഷൻസിനോട് വളരെ സെൻസിറ്റീവായിട്ട് നിങ്ങൾ പെരുമാറുക എന്നുള്ളതാണ്. ഇതിൽ കോൺഫിഡൻഷ്യാലിറ്റി വേണം. അഥവാ അവരുടെ ഇൻഫോർമേഷൻസ് ചോർന്നു പോവാതെ, അല്ലെങ്കിൽ അവർക്ക് ഹാനികരമാവുന്ന രീതിയിൽ അത് യൂസ് ചെയ്യാതെ അവരുടെ സമ്മതത്തോടു കൂടി മാത്രം യൂസ് ചെയ്യുക. ഇൻഫോർമഡ് കൺസെൻറ്റോടു കൂടി മാത്രം അവരുടെ ഡാറ്റാസ് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുക. അവരുമായി ബന്ധപ്പെട്ട് ഏത് കാര്യങ്ങളും അവരുടെ സമ്മതത്തോടു കൂടി മാത്രമേ നമുക്ക് ചെയ്യാനുള്ള അധികാരമുള്ളൂ. അത് അവരുടെ സ്വകാര്യതയാണ്. പല വിവരങ്ങളും അവരുടെ സ്വകാര്യതയാണ്. അത്തരം കാര്യങ്ങൾ നമ്മൾ വെളിപ്പെടുത്താനോ, അല്ലെങ്കിൽ വേറെ ആളുമായിട്ട് ഷെയർ ചെയ്യാനോ, സോഷ്യൽ മീഡിയ വഴി നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരുമായിട്ടാണെങ്കിലും നിങ്ങൾ ഒരിക്കലും അത്തരം വിവരങ്ങൾ ഷെയർ ചെയ്യുക അവരുടെ സ്വകാര്യത ഒന്നും തന്നെ ഷെയർ ചെയ്യാനോ, അല്ലെങ്കിൽ വേറൊരാൾക്ക് അയച്ചു കൊടുക്കാനോ സോഷ്യൽ മീഡിയ വഴി നമ്മൾ ബാക്കിയുള്ളവരിൽ എത്തിക്കാനോ പാടില്ല എന്നുള്ളതാണ്. അത് അൺഎത്തിക്കലാണ്. അതൊരിക്കലും ഫോളോ ചെയ്യാൻ പാടില്ല. ഏതൊരു അവസരങ്ങളിൽ എത്ര ബുദ്ധിമുട്ടേറിയ അവസരം വരികയാണെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ചില വീക്ക്നെസ്സുകളൊക്കെ ഉണ്ടാകും. ഇത്തരം വിവരങ്ങൾ കിട്ടുന്ന സമയത്ത് വേറെ ആളോട് ഷെയർ ചെയ്യാതെ നമുക്ക് ഒളിപ്പിച്ച് വെക്കാൻ പറ്റാത്ത പ്രോബ്ലംസ് ഒക്കെ, അതൊക്കെ നമ്മൾ മാറ്റിയെടുത്തിട്ട് അവരുടെ സ്വകാര്യതയെ പൂർണ്ണമായിട്ടും മാനിച്ചുകൊണ്ട് വേണം നമ്മൾ അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ എന്നുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ക്ലയൻറ്റുമായിട്ട് അല്ലെങ്കിൽ അവിടെ നമ്മൾ മീറ്റ് ചെയ്യുന്ന ഓരോ വ്യക്തിയുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് പേഴ്സണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല, അത് പ്യുവർലി പ്രൊഫഷണൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. നിങ്ങൾ ഒരിക്കലും അവരുടെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോവുകയോ അത് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ലൈഫിലേക്ക് കൊണ്ടുവരികയോ ചെയ്യരുത് എന്നതാണ്. ഫോർ എക്സാമ്പിൾ, അവരുടെ ഫോൺ നമ്പർ വാങ്ങുക. പ്രൊഫഷണൽ ഹെൽപ്പിൻ്റെ അപ്പുറത്തേക്ക് ഏതൊരു കടന്നുകയറ്റവും അൺഎത്തിക്കലാണ് എന്നുള്ളതാണ്. നിങ്ങൾ അവിടെ തീർച്ചയായിട്ടും ഒരു സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ഡോക്ടറൽ സ്റ്റുഡൻ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളൊരു മാസ്റ്റർ സ്റ്റുഡൻ്റ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ അത് കീപ്പ് ചെയ്ത് മാത്രം നിങ്ങൾ അവരോട് ഇൻറ്ററാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തേർഡ് സ്കിൽ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. നല്ല രീതിയിൽ ആശയവിനിമയ ശേഷി നമുക്കുണ്ടായിരിക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മളവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അത് വെർബലി ആൻഡ് നോൺ വെർബലി നമ്മുടെ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അവരുടെ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. ഒരു ഇമോഷണലി ഉള്ള, അല്ലെങ്കിൽ വളരെ റാപ്പോ ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്ക് വളരെ ഇമോഷണലി ഉള്ള ഒരു കോൺടാക്റ്റ് അവരുമായിട്ട് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അത് തീർച്ചയായിട്ടും അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്, ഒപ്പം നമ്മുടെ ബെനിഫിറ്റിന് കൂടി വേണ്ടിയിട്ടാണ്. അത് നമുക്ക് സ്കില്ല് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഒപ്പം തന്നെ ഇങ്ങനെ പറയുന്നത് കൊണ്ട് അവർക്കൊരു ബെനിഫിഷ്യറി വേണം. അതൊരു ഒരു മേജർ എന്താണ് എത്തിക്സ് ആണ്. എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിൽ അവർക്കൊരു എന്തെങ്കിലും ഒരു ബെനിഫിഷ്യറി ആയിരിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയോജനം അവർക്ക് വേണമെന്നുള്ളത്. അപ്പം ഇങ്ങനെയുള്ള ഈ ഒരു ഇൻറ്ററാക്ഷനിൽ തീർച്ചയായിട്ടും നമുക്ക് വിവരങ്ങൾ നൽകുന്നത് ബൈ വേർഡ്, വെർബലി ആവാം, അല്ലെങ്കിൽ നോൺ വെർബലായിട്ട് നമ്മൾ ഒബ്സർവേഷൻസിലൂടെ അവരുടെ ബോഡി പോസ്ചറിങ്ങും ഐ കോണ്ടാക്റ്റും ടോണും വോയിസും വോളിയും ഒക്കെ നമ്മൾ വളരെ കീനായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ, അല്ലെങ്കിൽ വെർബലി നോൺ വെർബലി ഉള്ള കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഒരു ഇന്റേൺഷിപ്പ് സ്റ്റുഡൻറ്റിന് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത്, എസ്പെഷ്യലി കേസ് സ്റ്റഡി എംഎസ് ഒക്കെ എടുക്കുന്നത് രണ്ട് രീതിയിലൂടെയാണ്. ഒന്ന് ഈ പറഞ്ഞ പോലെ എൻക്വയറി ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ആൻഡ് ഒബ്ജക്റ്റീവ് ഡാറ്റ നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൽ പറഞ്ഞ പോലെ വെർബൽ എന്ന് പറയുന്നത് നമ്മൾ എൻക്വയറി ചെയ്യുമ്പോൾ ബൈ വെർബൽ ചാനൽസ് ഉപയോഗിക്കുന്നു. നോൺ വെർബൽ ചാനൽസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പറഞ്ഞ പോലെ ഒബ്സർവേഷൻസിലാണ്. നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് ഇത് നമ്മുടെ പേഴ്സ്പെക്റ്റീവിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ അവരുടെ ബോഡി പോസ്ചർ ആവാം, അല്ലെങ്കിൽ അവരുടെ അപ്പിയറൻസ് ആവാം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അവർക്ക് അമിതമായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ അവർ റിട്ടാർഡേഷൻ ലെവൽ ഓഫ് ആക്ടിവിറ്റി ആണ് ഉള്ളെങ്കിലോ ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് ചോദിച്ചിട്ടല്ല, പലതും മനസ്സിലാക്കുന്ന ഒബ്സർവേഷൻസിലൂടെയാണ്. അപ്പോൾ നല്ലൊരു ഡയഗ്നോസിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കോംപ്രിഹെൻസീവ് അസസ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെർബൽ ആൻഡ് നോൺ വെർബൽ, അല്ലെങ്കിൽ എൻക്വയർഡ് ആൻഡ് ഒബ്സർവ്ഡ് ഡാറ്റ വെച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. അതിൽ ആക്റ്റീവ് ലിസണർ ആയിരിക്കണം. അവർ പറയുന്ന കാര്യങ്ങൾ ലൈവായിട്ട്, അല്ലെങ്കിൽ ഓൺ ഹാൻഡ് ആയിട്ട് നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സന്നദ്ധമായിരിക്കണം. ഒപ്പം തന്നെ ഒരു എമ്പതറ്റിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ വളർത്തിയെടുക്കണം. ഈ പറഞ്ഞ പോലെ അവർ പറയുന്ന കാര്യങ്ങൾ നോൺ ജഡ്ജ്മെൻ്റൽ ആയിട്ട് ലിസൺ ചെയ്യാനും, നോൺ ജഡ്ജ്മെൻ്റൽ ആയിട്ട് തിരിച്ച് പറയാനും നമ്മളെ കൊണ്ട് പറ്റണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഒരു ഫീഡ്ബാക്ക് കൊടുക്കാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. ജഡ്ജ്മെൻ്റൽ ആയിട്ട് ഒരു മുൻവിധിയോട് കൂടി നമുക്ക് അവർ പറയുന്ന പല എക്സ്പീരിയൻസുകളും നമ്മൾ ഒരിക്കലും, അല്ലെങ്കിൽ വളരെ സിന്നായിട്ട് കാണുന്നതോ, അല്ലെങ്കിൽ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല എന്ന് നമ്മുടെ വിശ്വാസം പറയുന്നതൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയായിരിക്കാം. ഇങ്ങനെയുള്ള എല്ലാ ജഡ്ജ്മെൻറ്റുകളും നമ്മൾ ഒഴിവാക്കിയിട്ട്, മുൻധാരണകളൊക്കെ ഒഴിവാക്കിയിട്ട്
അവർ പറയുന്ന കാര്യങ്ങൾ പ്യൂർലി നോൺ ജഡ്ജ്മെൻ്റൽ ആയിട്ട് കേൾക്കാനും അതിനനുസരിച്ച് പ്രവർത്തിക്കാനും അല്ലെങ്കിൽ അപ്പോൾ ഒരു ഫീഡ്ബാക്ക് കൊടുക്കാനും നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗമാണ്. നമ്മൾ അവർ പറയുന്ന കാര്യം വളരെ കൃത്യമായിട്ട് ഡോക്യുമെന്റ് ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ആഹ്, ഒരു മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ആദ്യം പഠിച്ചെടുക്കേണ്ടത് കേസ് ഹിസ്റ്ററി ആൻഡ് MSc എന്നാണ്. നമ്മളൊരു വേറൊരു വീഡിയോ അല്ലെങ്കിൽ നമ്മൾ കേസ് ഹിസ്റ്ററി ഡീറ്റെയിൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ എങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഇന്റേൺഷിപ്പിന് പോകുന്നതിന് ബേസിക്കലി അല്ലെങ്കിൽ 30 ദിവസം 40 ദിവസം നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു വ്യക്തിയിൽ നിന്ന് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഡാറ്റ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കേസ് ഹിസ്റ്ററി പ്രധാനമായിട്ടും കേസ് ഹിസ്റ്ററിയിൽ വരുന്നത് മേജർ കംപ്ലൈന്റുകൾ എന്താണ് അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ എന്താണ് ആ പ്രോബ്ലത്തെ കൂട്ടിയിട്ടുള്ള ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, മറ്റെന്തെങ്കിലും മാനസിക രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ശാരീരിക രോഗങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, വ്യക്തിയുടെ ഫാമിലി ഹിസ്റ്ററി എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒക്യുപേഷണൽ ഹിസ്റ്ററി എന്തൊക്കെയാണ്, എഡ്യൂക്കേഷൻ ഹിസ്റ്ററി എന്തൊക്കെയാണ്, സെക്ഷൽ ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ മാരിറ്റൽ ലൈഫ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ മോർബിഡിറ്റി വരുന്നതിന് മുൻപ് എങ്ങനെയായിരുന്നു, ഇങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ കംപ്ലീറ്റ് ജാതകം നമ്മൾ എടുക്കുന്നുണ്ട്. കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ എടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ, അദ്ദേഹത്തിന്റെ പെർസെപ്ഷൻ, അദ്ദേഹത്തിന്റെ മോട്ടോർ സ്കിൽ, അദ്ദേഹത്തിന്റെ മെന്റൽ എബിലിറ്റി ഒക്കെ എങ്ങനെയാണ്, പ്രോബ്ലത്തെക്കുറിച്ചുള്ള ഇൻസൈറ്റ് എങ്ങനെയാണ്, ഇങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഫിസിക്കൽ അപ്പിയറൻസ് ആൻഡ് ബിഹേവിയേഴ്സ് ആണ് അദ്ദേഹത്തിനുള്ളത്, അല്ലെങ്കിൽ മെന്റൽ തോട്ട് പ്രോസസ് അദ്ദേഹത്തിന്റെ എങ്ങനെയാണ്, സ്ട്രീം ഓഫ് തോട്ട് എങ്ങനെയാണ്, ലാംഗ്വേജ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വളരെ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള കേസ് ഹിസ്റ്ററിൻ്റെ MSc ഒരു പ്രോബ്ലത്തെ മെൻ്റൽ ഡിസോർഡർ ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളതാണ്. അതുപോലെ തന്നെ അത് തീർച്ചയായിട്ടും നമ്മൾ മറ്റൊരു വീഡിയോ വളരെ ഡീറ്റെയിൽ ആയിട്ട് കേസ് ഹിസ്റ്ററി MSc എടുക്കുന്നുണ്ട്. കേസ് ഹിസ്റ്ററി നിങ്ങൾ MSc മുൻപ് പഠിച്ച് പോവുകയാണെങ്കിൽ പോലും ഒരു ഡെമോ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 പേരൊക്കെ വെച്ച് പ്രാക്ടീസ് ചെയ്യാം. ജസ്റ്റ് ഫോർ പ്രാക്ടീസിങ് പർപ്പസ്. തീർച്ചയായിട്ടും നമ്മൾ അവിടെ പോയിട്ട് ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് ആണ് അവിടെ പോയിട്ട് നേരിട്ട് അവരുടെ കയ്യിൽ നിന്ന് എടുക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും അത്തരം അവസരങ്ങളിൽ കുറേ ഇതൊരു ആർട്ടാണ്. കേസ് ഹിസ്റ്ററി ആൻഡ് MSc എന്ന് പറഞ്ഞാൽ ടേക്കിംഗ് കേസ് ഹിസ്റ്ററി MSc ഇസ് എ ആർട്ട്. നമ്മളത് കുറേ ചെയ്യുമ്പോഴാണ് നമുക്കതിൽ നമ്മുടെ കഴിവുകൾ പൂർണ്ണമായിട്ട് അതിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സ്കിൽ എന്ന് പറയുന്നത് പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡും സെൽഫ് അവെയർനെസ്സും നമുക്ക് വേണം എന്നുള്ളതാണ്. പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് സാധാരണ പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് ഒരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡോട് കൂടി ബി പ്രൊഫഷണൽ എന്നുള്ളതാണ്. നമ്മൾ ഒരിക്കലും നമ്മളെ വീട്ടിൽ വളരെ ക്ലോസ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിനോട് നമ്മൾ ഇടപഴകുന്ന രീതിയിൽ അല്ലെങ്കിൽ അവരോട് സംസാരിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അവിടെ നമ്മൾ പെരുമാറുന്ന രീതിയിൽ ഒരിക്കലും ഒരു ക്ലിനിക്കൽ സെറ്റിങ്സിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പെരുമാറരുത് എന്നുള്ളതാണ്. അവിടെ വളരെ പങ്ക്ച്വൽ ആയിരിക്കണം, റെസ്പോൺസിബിൾ ആയിരിക്കണം, അതുപോലെ റിലയബിൾ ആയിരിക്കണം എന്നുള്ളതാണ്. നമുക്കൊരു കൃത്യസമയം ഉണ്ടാവും അത്തരം സെന്ററിൽ എത്താൻ. കൃത്യമായിട്ട് ആ സെന്ററുകളിൽ അതിന് മുൻപെയോ അല്ലെങ്കിൽ ആ കൃത്യസമയത്തോ നമ്മൾ എത്തുക എന്നുള്ളതാണ്. ഒരിക്കലും ലേറ്റ് ആയിട്ട് വളരെ ഓടിക്കതച്ച് വരുന്ന രീതിയിൽ ചെയ്യരുത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ നമ്മൾ എന്തെങ്കിലും വളരെ അമിതമായിട്ട് തമാശ പറഞ്ഞ് അല്ലെങ്കിൽ നമ്മൾ ഒരു കാഷ്വൽ ആയിട്ടുള്ള ടോക്കുകളൊക്കെ ഒരുപാട് ചെയ്തിട്ട് അങ്ങനെ ചെയ്യരുത്. തീർച്ചയായിട്ടും അവർക്കൊരു റിലയബിലിറ്റി തോന്നണം. നമ്മുടെ ഒരു വിശ്വാസയോഗ്യത തോന്നണം. അപ്പോൾ നമ്മൾ കുറേ കളവ് പറയുക അല്ലെങ്കിൽ ഒരുപാട് തമാശകൾ പറയുക, ഇങ്ങനെയൊക്കെയുള്ള ബിഹേവിയർ നമ്മൾ തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ സെറ്റിംഗ്സിൽ അത് ഒഴിവാക്കണം. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ അല്ലെങ്കിൽ വളരെ കാഷ്വൽ ആയിട്ട് നമ്മൾ ഇടപഴകുന്ന മേഖലയിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷേ ഈ പ്രൊഫഷണൽ ലൈഫിൽ തീർച്ചയായിട്ടും അത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു രീതിയിൽ നിങ്ങൾ കൊണ്ടുപോകണം എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് നമ്മുടെ കാഷ്വൽ ആയിട്ട് ധരിക്കുന്ന ഈവൻ ഡ്രസ്സ് അടക്കം നമ്മൾ കാഷ്വൽ ആയിട്ട് ധരിക്കുന്ന ഡ്രസ്സൊക്കെ ഒഴിവാക്കി കുറച്ചും കൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞ പോലെ കുറച്ച് നീറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിങ് രീതി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. വളരെ 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 അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക അല്ലെങ്കിൽ വളരെ മോഡേൺ ആയിട്ടുള്ള ഫ്രീക്ക് ആയിട്ടുള്ള ഡ്രസ്സ് ധരിക്കുക. ഇതൊക്കെ അത്തരം സെറ്റിങ്സ് ഒഴിവാക്കുന്നതാണ് നല്ലത്. നമ്മൾ ഹോസ്പിറ്റലിൽ നമുക്കറിയാം അതൊരു യൂണിഫോം ഉണ്ടാവും അല്ലെങ്കിൽ ഇത്തരം സെൻറ്ററുകളിലൊക്കെ മെൻ്റൽ ഹെൽത്ത് സെൻറ്ററുകളിലൊക്കെ ഒരു യൂണിഫോം ഉണ്ടാവും. യൂണിഫോം ശരിക്കും സൈക്കോളജിസ്റ്റുകൾക്കൊരു വൈറ്റ് കോട്ട് ഇല്ല. പക്ഷേ പല സെൻറ്ററുകളിലും ഒരു യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് വൈറ്റ് കോട്ട് ധരിക്കാറുണ്ട്. അത് ചെയ്യുന്നത് നല്ലതാണ്. ഈ പറഞ്ഞ പോലെ ഒരു ഐഡന്റിറ്റി നമുക്ക് കിട്ടും. അല്ലെങ്കിൽ ഒരു അവിടുത്തെ ഒരു സ്റ്റാഫ് ആണെന്ന രീതിയിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഒപ്പം തന്നെ വളരെ നീറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ആയിരിക്കുകയും ചെയ്യും. ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഡ്രസ് കോഡ് അതുപോലെ ഐഡി കാർഡ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ധരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഒരുപാട് ബയാസുകൾ വരുന്നുണ്ടാവും തീരുമാനങ്ങൾ എടുക്കുന്നതിൽ. നിങ്ങളെ ചില വിശ്വാസങ്ങളൊക്കെ മറ്റുള്ളവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ ചലഞ്ചിങ് ആയിരിക്കാം. അല്ലെങ്കിൽ പല വെല്ലുവിളികൾ സൃഷ്ടിക്കുന്നുണ്ടാവും. അത്തരം ബയാസുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവെയർ ആയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ ചില വിശ്വാസങ്ങൾ അവിടെ കാണുന്ന പലതിനും എതിരാണെങ്കിൽ നിങ്ങൾ അത്തരം സമയത്ത് മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാം അതവിടെ ബാധിക്കാൻ ചാൻസ് ഉണ്ടെന്ന്. അത്തരം സമയത്ത് വളരെയധികം അവെയർ ആയിരിക്കുക.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് വീക്ക്നെസ്സുകൾ ഉണ്ടാകും അല്ലെങ്കിൽ ഒരുപാട് വീക്ക് പോർഷൻസ് ഉണ്ടാവും. ഇതിനെക്കുറിച്ച് സെൽഫ് അവെയർ ആയിരിക്കാം. നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്ര ആൾക്കാരെ കാണുമ്പോൾ പേടി വരുന്നുണ്ടോ അല്ലെങ്കിൽ ഇത്തരം ഇപ്പോൾ അവർ ഡ്രസ്സ് ഇല്ലാതൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ന്യൂഡ് ആയിട്ടുള്ള അവസ്ഥകളൊക്കെ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു വീക്ക്നെസ് അവിടെ കാണിക്കരുത് എന്നുള്ള വളരെ പ്രൊഫഷണൽ ആയിട്ട് മാത്രം ഡീൽ ചെയ്യുക. അല്ലെങ്കിൽ ചില ആൾക്കാർ വളരെ അഗ്രസീവ് ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ടാവും. അല്ലെങ്കിൽ വളരെ എന്താണ് വളരെ ഇറസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നിങ്ങളും അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ പോലും നിങ്ങൾ അവരുടെ കൂടെ കൂടാൻ നിൽക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ അവർ നിങ്ങളോട് പേഴ്സണൽ നിങ്ങളുടെ ഫോൺ നമ്പർ ചോദിക്കുക, നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കുക. ഒരിക്കലും നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ഷെയർ ചെയ്യേണ്ട ആവശ്യമില്ല. അവരുമായിട്ടൊരു ലോങ് ടേം കോൺടാക്ട് ഒരിക്കലും നിലനിർത്താനുള്ള എല്ലാ സാഹചര്യത്തെയും നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഒരു സൂപ്പർവൈസർ ആയിട്ടുള്ള ഒരു എന്താണ് ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്തരം സിറ്റുവേഷൻസിൽ ഉണ്ടാവുക. അതിനെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്യുക. അവിടെ ഒരു ഈഗോ കാണിക്കുക അല്ലെങ്കിൽ ആ കാര്യങ്ങൾ എനിക്കറിയാലോ പിന്നെ അത് എനിക്ക് അവിടുന്ന് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. അങ്ങനെയല്ല. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു സൂപ്പർവൈസർ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റോ, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ, ഒരു സൈക്യാട്രിസ്റ്റോ ഒക്കെ നിങ്ങൾ സൂപ്പർവൈസ് ചെയ്യുന്നുണ്ടാവും. തീർച്ചയായിട്ടും അവരുടെയും ഒപ്പം തന്നെ നിങ്ങളുടെ കൂടെയുള്ളവരുടെയും ഫീഡ്ബാക്കുകൾ പരിഗണിക്കുക. അതിൽ നിന്ന് പഠിക്കുക എന്നുള്ളതാണ്. ഇത്തരം സ്കില്ലുകൾ നമ്മൾ വളർത്തിയെടുത്തിട്ട് ഒരു ഇന്റേൺഷിപ്പിന് പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും വളരെ ഒരു ഹാൻഡ് ഓൺ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു റിയൽ ലൈഫ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് നിങ്ങൾ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫീൽഡിൽ നിന്ന് കിട്ടുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇത്തരം സ്കില്ലുകൾ നിങ്ങൾ വളർത്തിയെടുത്തിട്ട് ഒരു നല്ലൊരു ഇന്റേൺഷിപ്പ് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. താങ്ക് യു.